മലയാളം എക്സൽ ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൗണ്ടിഫ് ഫങ്ഷൻസ് ആണ്. സ്പ്രെഡ്ഷീറ്റിലെ നമ്പേഴ്സ് അടങ്ങുന്ന സെൽ കൗണ്ട് ചെയ്യുന്നതാണ് കൗണ്ട് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷന് അനുസൃതമായി എത്ര നമ്പർ ഓഫ് സെല്ലുണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നതാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വ്യക്തമാക്കാനായി ഞാനിവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2016 സമ്മർ ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗത്തിലുള്ള അത്ലറ്റിക്സ് നേടിയ മെഡലുകളുടെ ഡീറ്റെയിൽസാണ്. അത്ലറ്റിക്സിൻ്റെ നെയിം, കൺട്രി നെയിം, അവർ പങ്കെടുത്ത ഇനം, നേടിയ മെഡലുകൾ, ഇതിൻ്റെ എല്ലാം വിവരണങ്ങൾ ഈ ഒരു സ്പ്രെഡ്ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ ഒരു രാജ്യം, ഇപ്പോൾ ജമൈക്ക എന്ന് പറഞ്ഞ രാജ്യം ഒന്നിൽ കൂടുതൽ മെഡലുകൾ നേടിയിട്ടുണ്ടാവാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ. അപ്പോൾ ഓരോ രാജ്യങ്ങളും നേടിയ മെഡലുകളുടെ എണ്ണം നമുക്ക് കണ്ടെത്താൻ നമുക്ക് കൗണ്ടിഫ് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ആദ്യമായി ഞാനിതിൽ കൺട്രി നെയിമിന് താഴെയായിട്ട് ജമൈക്ക എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ടോട്ടൽ മെഡൽസിൻ്റെ കൗണ്ട് കിട്ടാനായി നമ്മൾ ഈക്വൽ ടു കൗണ്ടിഫ് ഫങ്ഷൻ ടൈപ്പ് ചെയ്ത് ഒന്നല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടാബ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് റേഞ്ചാണ്. റേഞ്ച് എവിടെയാണോ രാജ്യത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ആ പോർഷനെ സെലക്ട് ചെയ്യാം. ഇത്ര ഈ ഒരു ഏരിയ ഞാൻ അതിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ കോമ, അടുത്തത് ക്രൈറ്റീരിയ ആണ് ചോദിക്കുന്നത്. ക്രൈറ്റീരിയ ആയിട്ട് എനിക്ക് ഈ ഒരു ടേബിളിൽ സെർച്ച് ചെയ്യേണ്ടത് ജമൈക്ക എന്ന് പറഞ്ഞ രാജ്യമാണ്. സോ കോട്ടിൻ്റെ അകത്തായി നമ്മൾ ജമൈക്ക എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ ക്ലോസ് ദ ബ്രാക്കറ്റ്, എൻ്റർ. 2 മെഡലുകളാണ് ജമൈക്ക നേടിയിരിക്കുന്നത്, ഇത് നമുക്ക് കാണാൻ കഴിയുക. സെയിം ഫംഗ്ഷൻ നമുക്ക് കോട്ട് ഒഴിവാക്കി നേരിട്ടും ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് സെയിം ഫംഗ്ഷൻ, ഞാൻ ഈ ഫംഗ്ഷൻ കോപ്പി ചെയ്ത് താഴത്തോടെടുക്കുകയാണ്. അതിന് മുന്നോടിയായി നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ, അതായത് ഡി എന്ന കോളത്തിലെ 5 റോ തൊട്ട് 25 റോ വരെയുള്ള പോർഷൻസ് ഞാൻ ഒന്ന് ഫ്രീസ് ചെയ്യുകയാണ്. നമുക്കതിന് ഡോളർ സൈനാണ് യൂസ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഡോളർ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ F4 ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട്, F4 കീ ഉപയോഗിച്ച് ഫംഗ്ഷൻ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിന് ഫ്രീസ് ചെയ്യാം. F4 ക്ലിക്ക് ചെയ്താൽ 2 ഡോളർ സൈൻ വന്ന് നമുക്കത് ഫ്രീസ് ആയിട്ട് കാണാം. ദെൻ ഈ 2 പോർഷനും ഫ്രീസ് ചെയ്തുകൊണ്ട് ഞാനതിനെ സേവ് ചെയ്യുകയാണ്. സോ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സെലക്റ്റഡ് റീജിയൻ മാറുന്നില്ല. ഓക്കെ, ദെൻ ഈ ഒരു പോർഷനിൽ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന രാജ്യത്തിൻ്റെ ഡീറ്റെയിൽസാണ്, അതിൻ്റെ ടോട്ടൽ മെഡൽസാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കോപ്പി, ദെൻ പേസ്റ്റ്. ഈ കണ്ടീഷൻസിൻ്റെ അകത്ത്, അതായത് കൗണ്ടിഫ് എന്ന കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ജമൈക്ക എന്ന പോർഷൻ, അതായത് ആ ക്രൈറ്റീരിയ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ സെല്ലിനെ ആയിരിക്കും. H6 എന്ന സെല്ലിൽ അടങ്ങിയിട്ടുള്ളത് എന്ത് കണ്ടൻറ്റാണോ ആ കണ്ടൻറ്റിനെ എൻ്റയർ റീജിയണിൽ സെർച്ച് ചെയ്ത് നമ്മൾക്ക് അതിൻ്റെ കൗണ്ട് എടുത്തു തരുന്നതായിരിക്കും. എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 5 മെഡലുകളാണ് ഇതിൽ നിന്ന് നേടിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ഓരോ രാജ്യത്തിനും എത്ര മെഡലുകൾ നേടി എന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഓരോ അത്ലറ്റിക്കും എത്ര മെഡലുകൾ നേടി എന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ജസ്റ്റ് ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. കോപ്പി, ദെൻ പേസ്റ്റ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളുടെ റേഞ്ച് കൺട്രീൻ്റെ താഴത്താണ് കിടക്കുന്നത്. നമുക്ക് കേഴ്സർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത്ലറ്റിക്കിൻ്റെ പോർഷനിലേക്ക് നമുക്ക് അതിനെ മൂവ് ചെയ്തിടാം. ഇക്വേഷൻസിൽ മാറ്റം വരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൂവ് ചെയ്തതിനനുസരിച്ച് തൊട്ട് നിയറസ്റ്റ് സെല്ലായിട്ടുള്ള K5 ആണ് ക്രൈറ്റീരിയ ആയിട്ട് സെലക്ട് ആയി കിടക്കുന്നത്. സോ നമുക്ക് അതും മാറ്റേണ്ടതില്ല, താങ്കൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. അത്ലറ്റിക് നെയിമിൻ്റെ സ്ഥാനത്ത് ഞാൻ ഹുസൈൻ ബോൾട്ടിൻ്റെ പേരാണ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോപ്പി, ദെൻ പേസ്റ്റ്. ഹുസൈൻ ബോൾട്ട് 2 മെഡലുകളാണ് നേടിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൗണ്ടിഫ് ഫംഗ്ഷനിൽ ക്രൈറ്റീരിയയായി നമ്മൾ ഒരു വാല്യൂ ആണ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്കതിനൊരു കണ്ടീഷൻ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് 100 മീറ്റേഴ്സിൽ ഏറ്റവും മികച്ച സമയം ഏത് അത്ലറ്റിക്കിൻ്റേതാണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു ഡാറ്റയിൽ നിന്നും 9.85 സെക്കൻഡ്സിനുള്ളിൽ 100 മീറ്റേഴ്സ് കവർ ചെയ്ത എത്ര അത്ലറ്റുകളുണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ടാണ് എനിക്ക് വേണ്ടതെങ്കിൽ നമുക്കിവിടെ കൗണ്ടിഫ് ഫങ്ഷൻസ് കണ്ടീഷനോട് ഉപയോഗിക്കാം. ഈക്വൽ ടു കൗണ്ടിഫ് ടാബ് പ്രസ് ചെയ്യുന്നു. റേഞ്ചായി ടൈം എന്നുള്ള ഡാറ്റയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, റേഞ്ച്. ദെൻ ഓക്കെ, കോമ. ക്രൈറ്റീരിയയുടെ സ്ഥാനത്ത് ഞാനൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് കോഡിനകത്തായി ലെസ് ദാൻ 9.85, കോഡ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ്, എൻ്റർ. 13 നമ്പേഴ്സ്, 13 അത്ലറ്റുകളാണ് 9.85 സെക്കൻഡ്സിനുള്ളിൽ 100 മീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ളത്. സെയിം കണ്ടീഷൻ തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ 9.78 സെക്കൻഡിൽ കൂടുതൽ സമയം എടുത്ത് 100 മീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ള അത്ലറ്റിക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല തന്നെ. അതിന് മുന്നോടിയായി ഈ കൗണ്ടിഫ് എന്ന ഫംഗ്ഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ ഞാനിവിടെ അപ്ലൈ ചെയ്തതിൽ റേഞ്ച് ഫ്രീസ് ചെയ്യുകയാണ്. യൂസിങ് F4 ബട്ടൺ ഫ്രീസ് ചെയ്തു. ദെൻ എൻ്റർ. മുകളിലുള്ള ഫംഗ്ഷൻ താഴേക്ക് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ആൻഡ് പേസ്റ്റ്. ഇതിൽ 9.85 സെക്കൻഡ്, ലെസ് ദാൻ 9.85 സെക്കൻഡ് എന്നുള്ളത് ക്രൈറ്റീരിയ ചേഞ്ച് ചെയ്തുകൊണ്ട് ഗ്രേറ്റർ ദാൻ 9.78 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുകയാണ് 18 അത്ലറ്റിക്സ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുക. സെയിം കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 2000-ന് മുൻപായി എത്ര മാച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. സെയിം അതേപോലെ തന്നെ 2010-ന് ശേഷവും എത്ര മാച്ചുകൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അതിനായി മുകളിൽ കൊടുത്തിട്ടുള്ള കൗണ്ടിഫ് ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. ഈ പേസ്റ്റ് ചെയ്തിട്ടുള്ള കൗണ്ടിഫ് ഫംഗ്ഷനിൽ റേഞ്ച് ടൈം എന്ന സെക്ഷനിലാണ് കിടക്കുന്നത്. ഞാനതിനെ കഴ്സർ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡേറ്റ് എന്ന ഡാറ്റയിലേക്ക് മാറ്റിയിടുകയാണ്. അതോടൊപ്പം തന്നെ ക്രൈറ്റീരിയയിൽ കോട്ടിൻ്റെ അകത്തായി ഉള്ള കണ്ടീഷൻസിൽ മാറ്റം വരുത്തുകയാണ്. നമുക്ക് മാച്ച് കണ്ടക്റ്റഡ് ബിഫോർ 2000 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലെസ് ദാൻ 1st of January 2000. 7 മാച്ചുകളാണ് 2000-ന് മുൻപായി നടന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സെയിം ഫംഗ്ഷനെ ഞാൻ ഒന്ന് കോപ്പി ചെയ്ത് താഴത്തോട്ട് പേസ്റ്റ് ചെയ്യുകയാണ്. എഡിറ്റ് ചെയ്ത് ഇപ്പോൾ മാറ്റേണ്ടതായിട്ടുള്ള ക്രൈറ്റീരിയ 2010-ന് ശേഷം നടന്നിട്ടുള്ള മാച്ചുകൾ, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 31st of December 2010. 13 മാച്ചുകളാണ് 2010-ന് ശേഷം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.